ഇതാണ് ഇവിടുത്തെ ഏറ്റവും മുത്തശ്ശി. ഈ മുത്തശ്ശിൻ്റെ പേരക്കുട്ടിയാണ് ഈ അനിത. അനിതൻ്റെ കല്യാണം കഴിഞ്ഞ് അനിതയ്ക്ക് 3 കുട്ടികളുണ്ട്. മൂന്ന് കുട്ടികളുണ്ട് അതിൽ. ഹായ് എവറിബഡി, സുഹൃത്തുക്കളെ, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് സത്യമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ സിറുമുഖ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഞാനിപ്പോൾ വന്നത്. നമ്മളൊരു ട്രിപ്പിലാണ്. ഞാൻ ഒറ്റക്കല്ല, എൻ്റെ കൂടെ ഒരാളൂടെ ഉണ്ട്, പരിചയപ്പെടുത്തി തരാം. ഹൈപ്പർ ട്രക്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ, തമിഴ്. അപ്പോൾ ഇനി നമ്മൾ കോമ്പിനേഷൻ ആയിട്ടാണ്, തമിഴ് ചാനലൊന്നും മലയാളം ചാനലൊന്നും ഞങ്ങൾ കോമ്പി ആയിട്ട് ഇനി ചെറിയൊരു ട്രാവൽ കർണാടകത്തോടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വന്നു. ഇപ്പോൾ സിറുമുഖ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു. ഇവിടുന്ന് ഞങ്ങൾ മേട്ടുപ്പാളയത്ത് വെച്ച് മീറ്റ് ചെയ്തു. അതിന് ശേഷം വന്നിപ്പോൾ കുറച്ച് ദൂരം വന്ന് സിറുമുഖയിൽ വന്നു. ഇനി ഇവിടുന്ന് ഇൻട്രോ ഒക്കെ എടുത്ത് ഒരു പള്ളിയിലേക്ക് കയറി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇനി നേരെ തിമ്പം ചുരം കയറി നേരെ പോവാണ്. നമ്മൾ യാത്ര ചെയ്യുന്ന വണ്ടി ഷിഫ്റ്റ് കാറിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. കാറിൻ്റെ ഓണറാണ് ഈ ഇരിക്കുന്നത്. ദിസ് ഇസ് സിറാജ് എന്നാണ് പേര്, സിറാജ് ദീൻ. ചാനൽ നെയിം വന്ന് ഹൈപ്പർ ട്രാക്കർ എന്ന് പറഞ്ഞ ഒരു തമിഴ് ട്രാവലിംഗ് ചാനൽ. അതായത് ഭയങ്കര എന്താ പറയുക, என்ன மாதிரி வீடியோ போடுவீங்க? பயங்கர அட்வென்ச்சர், வித்தியாசமான மக்கள், அந்த மாதிரி வீഡിയോ. അങ്ങനത്തെ വീഡിയോ നമ്മൾ എടുക്കുന്നത്. നമ്മൾ പോകുന്ന സ്ഥലം നമ്മൾ കുറച്ച് മലയാളം അറിയോ, ഡിഫറെന്റ് ആയ മക്കൾ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ മക്കൾ തേടി പോണ ആളാണ്. തേടി മലയാളത്തിൽ തെരഞ്ഞു പോണ ആളാണ്. കുറച്ച് ഡിഫറെന്റ് ആയി എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ അന്വേഷിച്ചു പോകും. ഓക്കെ, അതാണ് ഇപ്പൊ മൂപ്പര് പറഞ്ഞത്. മൂപ്പര് ഒരുപാട് ഈ ഇന്റീരിയർ പ്ലേസുകളിലൊക്കെ പോകും. ഈ മലന്റെ മുകളിൽ താമസിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ, പിന്നെ സാധാരണഗതിയിൽ ആരെങ്കിലും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് പേടി ഉള്ള സ്ഥലങ്ങൾക്കൊക്കെ പുള്ളി കൂളായിട്ട് പോകും. അതാണ് പ്രത്യേകത. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരാൾ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. മൂപ്പര് എന്റെ മാതിരി ഒരാൾ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അതായത് രണ്ട് ലാംഗ്വേജ് ആകുമ്പോൾ വിഷയമല്ലല്ലോ അല്ലേ? രണ്ടാളും ഒരേ വീഡിയോ ഇടുന്നു, പക്ഷെ ഡിഫറെന്റ് ഓഡിയൻസ് ആണ്. നമുക്ക് തമിഴ് ഓഡിയൻസ്, നമുക്ക് മലയാളം ഓഡിയൻസ്. പക്ഷേ നമ്മുടെ പോകുന്ന സ്ഥലം ഒരേ സ്ഥലം ബെറ്റർ ആയിട്ടുണ്ടാവും. അതെ, അപ്പൊ നമ്മൾ പുറപ്പെട്ടു. ഇതെല്ലാം വാങ്ങിച്ചെടുക്കുക എനക്കാ നമുക്ക് ഞാനിപ്പോ ഹാസൻ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. നമ്മൾ സിറുമുഖ എന്ന് പറഞ്ഞ, അതായത് സത്യമംഗലത്തിന് ഇൻട്രോ എടുത്ത് നമ്മൾ അവിടുന്ന് പുറപ്പെട്ട് വന്ന് നേരെ ഒരേ ഡ്രൈവിംഗ് ആയിരുന്നു, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഡ്രൈവ് ചെയ്തു നേരെ വന്നു. ഇപ്പം നമ്മൾ ഹാസനിലെത്തി. 350 കിലോമീറ്റർ ഓടി എത്തിയിട്ടാണ്. ഇപ്പം നമ്മൾ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ലോഡ്ജും ഹോം സ്റ്റേ, ടൂറിസ്റ്റ് ഹോമൊക്കെ അന്വേഷിച്ച് അവസാനം ഒരു SRS ആർക്കിഡ്, ഇത് എന്ത് സ്റ്റേ ആണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ നമ്മൾ അവിടെ സ്റ്റേ എടുത്തിട്ടില്ല. നമ്മൾ നേരെ ഇവിടെ വന്നിട്ട് ഓപ്പോസിറ്റിൽ പെട്രോൾ പമ്പ് ഉണ്ട്, അവിടെ വന്ന് വണ്ടി നിർത്തി ഇവിടെ ടെൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ടെൻറ്റിൽ ആണ് ഇന്നത്തെ നമ്മളുടെ ഉറക്കം. രാത്രി ഇപ്പോൾ സമയം 11 മണിയായി. അപ്പോൾ ഇവിടെ വന്ന് ജസ്റ്റ് ഞങ്ങൾ ഹാസൻ എത്തുന്നതിൻ്റെ ഒരു 10 കിലോമീറ്റർ മുമ്പ് എന്നെ നിർത്തി, 10 ഒരു 30 കിലോമീറ്റർ മുമ്പ് എന്നെ നിർത്തിയിട്ട് ഈ പെട്രോൾ പമ്പിൽ വന്നിട്ട് അവിടെ ഒരു പയ്യൻ ഉണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു അതും കുഴപ്പമൊന്നുമില്ല, അവിടെ കിടന്നോന്ന് പറഞ്ഞു. അപ്പോൾ ശരി എന്ന് പറഞ്ഞ് ഇപ്പോൾ ഏകദേശം ഇവിടെ നമ്മൾ ടെൻ്റൊക്കെ അടിച്ച് കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇനി ഇവിടെ കിടന്നുറങ്ങുന്നു, രാവിലെ നേരത്തെ എണീക്കുന്നു, എന്നിട്ട് ഇവിടുത്തെ ഹാസനിലെ ഉള്ള വിശേഷങ്ങളൊക്കെ കാണാനാണ് നമ്മളുടെ പുതിയ പദ്ധതി. അങ്ങനെ നേരം വെളുത്തു, ഞങ്ങൾ എഴുന്നേറ്റു. രാത്രി ഉറക്കം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പായിരുന്നു. പക്ഷേ അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നുറങ്ങി. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൂടെയുള്ള ആൾ എഴുന്നേറ്റ് വണ്ടിയിലൊക്കെ കയറി കിടന്നായിരുന്നു, തണുത്തിട്ട്. വണ്ടിനുള്ള അതിലേറെ തണുപ്പൊക്കെ ആയിരുന്നു. അതായത് ഞങ്ങളിവിടുന്ന് ടെൻ്റെല്ലാം പാക്ക് ചെയ്തു. ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ ചോദിച്ചിരുന്നു, പേര് മറന്നുപോയി. അങ്ങനത്തെ ഒരു പേരാണ്. പക്ഷെ ഇത് ഹാസനിലുള്ള പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഈ സ്ഥലം അറിയപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ലോക്സഭ MP ഉണ്ടായിരുന്നല്ലോ, പ്രജ്വൽ രേവണ്ണ, ഒരു സെക്ഷൽ ഹറാസ്മെന്റ് കേസിലൊക്കെ പ്രശ്നം കിട്ടുന്നില്ല, പുള്ളിയുടെ നാടാണിത്. ഭരത്താണ് ഈ പെട്രോൾ പമ്പിൽ രാത്രി ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ ഭരത്തിന് നമുക്ക് ഹെൽപ്പൊക്കെ ചെയ്തു തന്നു. വെള്ളമൊക്കെ കഴിഞ്ഞിരുന്നു, വെള്ളമൊക്കെ അടിച്ചു തന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാറ് ടാങ്കൊക്കെ ഫില്ല് ചെയ്ത് പോവാണ്. ഭരത് ഡ്യൂട്ടി കഴിച്ചു. അന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് പോവാണ്. ആಮೇಲೆ ഇനി നൈറ്റ് ഇനി രാത്രി വീണ്ടും വരും. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ നമ്മളിന്ന് ഇവിടുന്ന് പുറപ്പെടാണ്. അപ്പോൾ ഒള നരസിപുര ഊര് ಹೆಸರು, ഒള നരസിപുര എന്നാണ് എക്സ് പ്രൈം മിനിസ്റ്റർ ദേവഗൌഡന്റെ പിന്നെ
നാടാണ് കേട്ടോ ഇത്. അത് മാത്രമല്ല പ്രചുൽ രേവണ്ണ MP ഉണ്ടല്ലോ, പെൻഡ്രൈവ് കേസ്, പുള്ളിയും ഈ നാട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവരുടെ നാട്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഒല നരസിപ്ര പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര്. ഓക്കെ. അപ്പോൾ നമ്മൾ ഡീസലൊക്കെ ഫില്ല് ചെയ്തു. ഇനി നേരെ പുറപ്പെടാണ്. അങ്ങനെ 30 കിലോമീറ്റർ വണ്ടി ഓടി നമ്മൾ ഹാസൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. ഹാസൻ ടൗണി ഭാഗത്തേക്കാണ്. അതിൻ്റെ ഒരു ജംഗ്ഷനാണ് അത്. ഇവിടുന്ന് മാംഗ്ലൂർ ഹൈവേ ഒക്കെ പുറത്താണ് സ്ഥലം. ഇപ്പം നമ്മൾക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാനാണ് വലിയ പണി. നമുക്ക് വണ്ടിയിൽ സെറ്റപ്പ് ഉണ്ട്, കിച്ചണൊക്കെ. പക്ഷെ ഇന്ന് രാവിലെ നമുക്ക് കുക്കിംഗ് ചെയ്യാനുള്ള സെറ്റപ്പ് ഒന്നുമില്ല. അത് നമ്മൾ കുറേ സ്ഥലത്ത് ഹോട്ടൽ നോക്കി. ഹോട്ടലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ഇവിടെ ഇങ്ങനത്തെ കട ഉണ്ട്. ഇവിടുന്ന് ഇവിടുന്നേലൊക്കെ കഴിക്കാമെന്ന് വെച്ചിട്ട് പിന്നെ ഇറങ്ങിയതാണ്. കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നുണ്ട്. നല്ല പൂരിയൊക്കെ കാണുന്നുണ്ട്. പൂരി കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. അവിടെമ്മ അപ്പോൾ ഇവിടുന്ന് പൂരി കഴിക്കാം. என்ன இருக்காமா? பூரி, மசால் தோசை, ரைஸா, லெமன் ரைஸா? அது எப்படி கேட்பீங்க? இது என்ன ரைஸ்னு எப்படி கேட்பீங்க? ஏன் ரைஸ் இது? லெமன் ரைஸ் பலாவ். ഇത് ലെമൺ റൈസ്, പലാവ് കമ്മി. ഇതൊക്കെ രാവിലെ ഫ്രഷ് ചൂടായിട്ട് സാധനം ഉണ്ട് കേട്ടോ ഇവിടെ. എന്നാ സാപ്പിടலாம்? മസാല ദോശയാണ് ഉണ്ട്. അത് ഞാനത് മിളകാ മസാല ഓ ഇത് സ്പെഷ്യൽ മസാല മിക്സ് ചെയ്ത് കൊടുന്ന് വെച്ചേക്കണം. അതാണ് മസാല ദോശ പറഞ്ഞിട്ടില്ല, ഒന്ന് പറഞ്ഞിട്ടുണ്ട്. വാങ്ങിയിട്ട് രണ്ടുപേരും കഴിക്കും. ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റും കൂടെ മേടിക്കും. അതാ കിഴങ്ങ്. இல்லை நம்ம இன்னைக்கு ஒரு நாள் சாப்பிடுவோம் ரைட்டா. ஏன்னா பசி எடுத்து இருக்கும், அதனால வேற வழி இல்லை, சாப்பிட்டு தான் ஆகணும். പുറത്തൊന്ന് எல்லாத்துக்குமே தெரியும். அதுதான் வந்து மேக்ஸிமம் இங்கே யூஸ் பண்ணாது. റൈറ്റ്. ഏതായാലും ഞങ്ങൾ ഇത് കഴിച്ചു. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഭക്ഷണം. ഓക്കെ, ഒരു തേങ്ങാ സമ്മന്തി അതൊക്കെയാണ്. ഇത് ഉണ്ടാക്കുന്നത് ഹൈജീനിക്കൊന്നും നമ്മൾ വലിയ പ്രതീക്ഷിക്കണ്ട, രുചി ഉണ്ടാവും എന്ത് പറഞ്ഞാലും. അപ്പോൾ കഴിച്ചു നോക്കാം. டேஸ்ட் இருக்கும், டேஸ்ட் சூப்பரானா. இலைய வச்சாங்கன்னா பரவாயில்ல. இங்க வாழை இலை கம்மி நினைக்கிறேன், அதனால இலை பிளாஸ்டிக் வச்சிருக்காங்க. ഭക്ഷണം കഴിച്ച് നമ്മൾ ഇവിടുത്തെ ലംബാനീസ് ട്രൈബലിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ ഹാസനിൽ ലംബാനീസ് കൂടുതലില്ല, കൂടുതൽ ട്രൈബ്സ് ഉള്ളത് ഇവിടുന്ന് കൊടുകിലേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ശരി തന്നെ ഹാസനിൽ നമ്മൾ വേറെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നില്ല, നേരെ ഇപ്പോൾ കൊടുകിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏത് നല്ല ഒരു റൂട്ടാണ് ഇത്. റൂട്ടൊന്നും നമുക്കറിയില്ല. കുറേ ദൂരം ഫോറസ്റ്റ് പോലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ക്യാമറ എടുത്തപ്പോഴത്തേക്ക് ഫോറസ്റ്റ് കഴിഞ്ഞു. ഇപ്പോൾ വേറെ ഏതോ റൂട്ട് വന്നു. പോകുന്ന വഴിക്ക് ചെറിയ അങ്ങാടികളൊക്കെ ഉണ്ട്, ചെറിയ ടൗണുകളൊക്കെ ഉണ്ട്, പിന്നെ വില്ലേജുകളൊക്കെ ഉണ്ട് ഉൾറോട്ടിലേക്കൊക്കെ പോയാൽ. പക്ഷെ നമ്മൾ ഡെസ്റ്റിനേഷൻ നോക്കിയിട്ടുള്ള ഒരേ ഒരു പോക്കിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കിന്ന് മെയിനായിട്ട് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ യെല്ലാപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് കുറച്ച് ട്രൈബൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലംബാനീസിനെ കുറിച്ച് മറ്റൊക്കെ അന്വേഷിച്ചത്. അപ്പോൾ ലംബാനീസ് ഹാസനിൽ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം നമ്മൾ പുറപ്പെട്ടു. കുറേ ദൂരം വണ്ടിയിൽ ഇങ്ങനെ വന്നപ്പോൾ ഒരു ബോറടി ഇറങ്ങിയതാണ്. ചോളം കൃഷി നടക്കുന്ന സ്ഥലമാണ്. ഞങ്ങൾ വരുന്ന ബൈക്ക് ചോളത്തിൻ്റെ പാടം മൊത്തം ചോളം അങ്ങനെ സ്മൂത്ത് പറിക്കാണ്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് അതിൻ്റെ തൊട്ടിപ്പുറത്ത് വേറൊരു ചോളത്തിൻ്റെ, ഇവിടെ ചോളം കൂടുതൽ കൃഷി ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത്. സ്പ്രിംഗ്ലറൊക്കെ വെച്ച് വെള്ളമൊക്കെ അടിച്ചിട്ട് ചോളത്തിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് ഇത്. റോഡ് സൈഡ് തന്നെയാണ്, പക്ഷേ റോഡിൻ്റെ അപ്പുറത്തെ സൈഡ് വേറൊരു തോട്ടമുണ്ട് ചോളത്തിൻ്റെ. അത് വളർന്ന് അങ്ങ് എത്തിയിട്ടുണ്ട്, പക്ഷേ ഒന്നും പറിക്കാതെ അങ്ങനെ കിടക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇത് ചോളത്തിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജാണ്. ഇതുണ്ടോ അതിൻ്റെ കാമ്പ് നടുക്കുള്ള. இது எப்படி போட்டுருக்காங்க? இது அதெல்லாம் எடுத்துட்டாங்க. அந்த சோளத்துல எடுத்து அந்த இதுக்கு போடுவாங்கல்ல பாப்கார்ன், அது போயிடுச்சு. கொடுத்ததுக்கு அப்புறம் மீதி வர்றது பேலன்ஸ். இது எதுக்காவது உதவுமா இது?
മാറ്റിട്ട് പോടാന്ന് നിனைக்கிறேன். റൈറ്റ്. നിൽക്കുന്നതാണ് ഇതിന്റെ ഓണർ. മൂപ്പരുടെ പേര് അനന്ത് കുമാർ എന്നാണ് മൂപ്പരുടെ പേര്. മൂപ്പര് 4 ഏക്കർ സ്ഥലമുണ്ട്. അതിൽ മൊത്തം ഇപ്പൊ ജോള ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്. വേറെ ബാള, ശുണ്ഠി, ജോള, ശുണ്ഠി എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതൊക്കെയാണ് ഇവര് കൃഷി ചെയ്യുന്നത്. പിന്നെ നമ്മൾ വരുന്ന വഴിക്കുണ്ടല്ലോ ചോളം പിരിച്ചെടുത്തിൻ്റെ അതിൻ്റെ നടുക്കുള്ള കാമ്പ്, അത് മൂപ്പര് പശുക്കളൊക്കെ ഉണ്ട്. പശുക്കൾക്ക് ഇവിടെ കൊട്ടയൊക്കെ ഉണ്ട് ഇതിനകത്ത് കണ്ടില്ലേ. അപ്പോൾ പശുക്കൾക്ക് കഴിക്കാനായിട്ട് ആ സാധനം കൊടുക്കും. അതൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു രീതികൾ. നമ്മൾ ഇവിടെ വന്നപ്പോണ്ടല്ലോ ചാവി എങ്ങനെ ഇരിക്കേ കൈ വെച്ചിങ്ങ വന്നിട്ട് ഇവിടെ വന്നപ്പോണ്ടല്ലോ ഞങ്ങൾ അവിടുന്ന് വന്ന് റോഡ് സൈഡിൽ വണ്ടി നിർത്തി. ഇത് ഡാം, ഇവിടെ വലിയൊരു ഡാമുണ്ട്. അതിൻ്റെ ഒരു ഔട്ടിൽ ഇതാണിത്. പുറത്തേക്ക് വെള്ളം വരുന്നൊരു കനാല് ചെറിയ. അപ്പോൾ ഇവിടെ വന്ന് ഒരു കുളി പാസ്സാക്കാമെന്ന് വിചാരിച്ചു. നല്ല വെള്ളമാണ്. രാവിലെ ഏതായാലും കുളിച്ചിട്ടില്ലല്ലോ, ഇന്ന് ഇവിടുന്ന് കുളിച്ചിട്ട് പോവാം. അങ്ങനെ ഏതായാലും കുളിയൊക്കെ കഴിഞ്ഞു. ഒന്ന് നല്ല റിഫ്രഷായി. കാരണം ഇന്നലെ രാത്രി ഉറക്കമൊക്കെ ഭയങ്കര കുറച്ച് ഡിസ്റ്റർബൻസ് ആയിരുന്നു. അങ്ങനെ ആ റോഡ് സൈഡിലുള്ള പമ്പിൽ ഭയങ്കര വണ്ടികളുടെ ശബ്ദം. ഏതായാലും ഇവിടെ വന്ന് നല്ല അടിപൊളി വെള്ളമാണ്, നല്ല തണുപ്പുള്ള വെള്ളം, ഡാമിൽ നിന്ന് വരുന്ന വെള്ളമായിരുന്നു. ഇവിടുന്ന് കാണുന്നതല്ല, നടുക്ക് നല്ല ഒഴുക്കുണ്ട്. ഞാൻ നീന്താൻ അറിയാത്തതുകൊണ്ട് അതെല്ലാം എനിക്ക് മിസ്സായി. നീന്താറുന്നവരൊന്നാലും ഇവിടെ തകർക്കും. അത്രയ്ക്ക് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കുളിക്കാൻ. ഇഷ്ടംപോലെ മീനുണ്ടായിരുന്നില്ല. ഇറങ്ങി നിൽക്കുമ്പോൾ ഞാൻ കുളിക്കും. നമ്മൾ ഇറങ്ങി കുറച്ച് അവിടെ നിന്നിട്ട് അങ്ങനെ മുങ്ങി കുളിച്ചിട്ട് വന്നു. എന്നിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒഴുക്കാണ്, വലിച്ചു കൊണ്ടുപോകുക താഴേക്ക്. അപ്പോൾ നമ്മൾ വെറുതെ കുറച്ച് മേലേക്ക് ചാടിയിട്ട് ഇങ്ങനെ നീന്തി വന്ന് കളിച്ച് കുറച്ച് നേരം വെള്ളത്തിൽ കളിച്ച് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് കുശാലായി. അവസാനം കൂർഗിലുള്ള കുശാൽ നഗറിലെത്തി ഞങ്ങൾ. ഇപ്പോൾ ഇവിടെ വന്നിട്ട് കുശാൽ നഗർ എത്തിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് അന്വേഷിച്ചു. ഇങ്ങനെ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയൊക്കെ ഇവിടെ ജീവിക്കുന്ന സ്ഥലങ്ങൾ അവിടെ അന്വേഷിച്ചു. അവിടെ ഓട്ടോറിക്ഷക്കാരത്തൊക്കെ ചോദിച്ചപ്പോൾ നമുക്കൊരു സ്ഥലം പറഞ്ഞു, മദലപ്പുറ എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചോദിച്ച അങ്ങാടിയിൽ നിന്ന്. ഇപ്പം അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താവും എന്നുള്ളത് അവിടെ പോയിട്ട് കാണാം. அதுக்கு லெஃப்ட் வைக்கலாம்ல. നമ്മൾ ജനുക്കുർബ എന്ന് പറഞ്ഞൊരു ട്രൈബൽസിനെ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു വില്ലേജിൻ്റെ അകത്തേക്ക് വന്നിട്ടുള്ളത്. കണ്ടില്ലേ, ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ്. കുറേ ദൂരം ഭാഗത്തേക്ക് വന്നു. ഇവിടെ വന്നിട്ട് വണ്ടിയൊക്കെ നിർത്തി. നായി ഭയങ്കര കുരക്കലാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന്. അതുകൊണ്ട് പക്ഷെ ആടുകളൊക്കെ മെയിൻ. ഞങ്ങൾ കാട്ടിനുള്ളിൽ കുറേ ദൂരം വന്ന് ഇങ്ങനെ കൊണ്ട് എത്തിയത്. ഇത് മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ടാണ് കുറച്ച് ദൂരം അകത്തേക്ക് വന്നു. ആ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ മറ്റൊരു വില്ലേജ് കൂടെ ഉണ്ട്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. ഇതിൻ്റെ അകത്താണ് ആ ഒരു ജനുക്കുർബ എന്ന് പറഞ്ഞാൽ. ഇവർക്ക് ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ അറിയാം. അതൊരു ഫെസ്റ്റിവൽ സമയത്തൊക്കെ അവർ ചെയ്യലുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് കിടക്കണം. ഇവിടെ ಕಂಬಕ್ಕೆ ಇಟ್ಟು ಮುಂಡಿച്ചിട്ടുണ്ട്. ಅಮ್ಮ ನಾವು ತುಂಬ ದೂರಲ್ಲಿಂದ ಬಂದಿದೆ. ನಮ್ಮ ಕರ್ನಾಟಕದಲ್ಲಿ ಎಲ್ಲ ಸಿಕ್ಕ ಹಳ್ಳಿಗಳೆಲ್ಲ ಹೋಗಿ ಅವಾಗ ಜೀವನ ಶೈಲಿಗಳೆಲ್ಲ ನೋಡಿ ವಿಡಿಯೋ ಮಾಡ್ತಾರೆ ಯೂಟ್ಯೂಬ್ ಚಾನಲ್. ಒಳಗಡೆ ಬರಬೇಕು. ಹಾ ಓಪನ್ ಮಾಡು. ഓപ്പൺ. നമുക്ക് ഓപ്പൺ ചെയ്യാൻ പെർമിഷൻ കിട്ടിയിട്ടില്ല. കിട്ടി. നമ്മൾ തുറക്കും, സിറാജ് പോയി തുറക്കുന്നു. ಹಾ ಅದು ನಮ್ಗೆ ಗೊತ್ತು, ಪರವಾಗಿಲ್ಲ. ಈಗ ನಾವು ಒಳಗಡೆ ಬರಬೇಕು. ಓಪನ್ ಮಾಡಿ. ನಾವು 2 ಜನ ಒಳಗಡೆ ಬನ್ನಿ. ನಿಮ್ಮ ಮನೆ ಎಲ್ಲ ನೋಡ್ಬೇಕಂತ ಅದಕ್ಕೆ ಆ ಕಡೆ ಎಲ್ಲ ಈ ಕಡೆ
ಈ ಕಡೆ ಓಕ ನಿಮ್ಮ ಹೆಸರು ಹೇಳಿ ಅಮ್ಮ ನಿಮ್ಮ ಹೆಸರು ಒನ್ನಿ ಗಂಡಸರ ಹೆಸರು ಲಿಂಗ. ನಿಮ್ಮ ಮನೆ ಇಲ್ಲಿ ನಮ್ಮ ಮನೆ ಇದೆ. ಅವ್ರು ಬನ್ನಿ. ಬನ್ನಿ ನಮ್ಮ ಮನೆ ಎಲ್ಲ ಹೋಗಿ ನೋಡ್ಬೇಕಂತ. ಇದೆಲ್ಲ ಏನಿದು ಹೊಸ ಮನೆ ಹಾಕಕ್ಕೆ ತಂದಿದ್ದು. ಹಾ ಇನ್ನೊಂದು ಮನೆಗೆ ತಗೋ ಹೋಗ್ತಾರೆ. മണി മണ്ഡപത്തിൽ. റൈറ്റ്. അപ്പം നമ്മൾ ഈ ഒരു മുന്നേൻ്റെ കാര്യമൊന്നും പറയണ്ട. ഈ വില്ലേജിൽ വന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പെർമിഷൻ കിട്ടുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി വന്നത് ഇവിടെ ആകെ ಎಷ್ಟು ಮನೆ ಇದೆ? ನಿಮ್ಮ ಹೆಸರು? അനിത. അനിത ഈസ് എ സ്മാർട്ട് ഗേൾ. ഞങ്ങൾ വന്ന സമയത്ത് അനിത നമ്മൾ ഉള്ളിലേക്ക് പെർമിഷൻ തന്നില്ല. ಬಟ್ ಇಪ್ಪ നമ്മൾ ಅಗತ್ತೇക്ക് വന്നിരിക്കുകയാണ്. ಅನಿತ ಏನು ಕೆಲಸ ಇದು ಹೋಗಿತ್ತಾ? ಕೆಲಸ ಇಲ್ಲ. ಅದು ನಡೆಯಕ್ಕೆ ಆಗೋದಿಲ್ಲ, ಅದಕ್ಕೆ ನನಗೆ ಆಗೋದಿಲ್ಲ ಎತ್ತಕ್ಕೆ. ರೈಟ್. ಇದು ನಿಮ್ಮ ಮನೆವಾ? ഓക്കെ. ഇതും അത് ಎರಡು ಮನೆವಾ ನಿಮ್ಗೂ? ഇതാണ് ഇവിടുത്തെ മുത്തശ്ശി. ഈ മുത്തശ്ശിന്റെ പേരക്കുട്ടിയാണ് ഈ അനിത. അനിതന്റെ കല്യാണം കഴിഞ്ഞ് അനിതയ്ക്ക് 3 കുട്ടികളുണ്ട്. മൂന്ന് കുട്ടികളുണ്ട്. അതില് ഈ 3 മക്കളില് ನಿಮ್ಮ ಹೆಸರು ಹೇಳಿಮ್ಮ? ಹರಿಣಿ. ನಿಮ್ಮ ಹೆಸರು? സിദ്ധാർത്ഥ്. കറക്റ്റ്, സിദ്ധാർത്ഥ്. അപ്പൊ ഈ കുട്ടിക്ക് കാലിന് സ്വാധീനമില്ലാത്ത കുട്ടിയാണ്. കണ്ടില്ലേ, കാലിന് സ്വാധീനമില്ലാത്ത കുട്ടിയാണ്. നടക്കാൻ കഴിയില്ലെന്ന് തോന്നുന്നു. അപ്പൊ പാവം, കഷ്ടമായിട്ടുണ്ട് കാണാൻ. ഓക്കെ, ആ കുട്ടിക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഈ വീടിന് മുമ്പിലുണ്ടല്ലേ ഒരു 4 കാലൊക്കെ അടിച്ചിട്ട് അതിലൊരു കമ്പിയൊക്കെ കൊടുത്തിട്ട് അതിലാണ് അത്ര കുട്ടി നടക്കുക, കളിക്കുകയൊക്കെ ചെയ്യുക. അതാണ് അപ്പോൾ ഒരു വീട്. ഇതാണ് ഇവർക്ക് വീട് ഗവൺമെന്റിൽ നിന്ന് കൊടുത്ത വീടുകൾ ഉണ്ട്. ഇപ്പോൾ ഇതൊക്കെ സർക്കാർ കെട്ടിക്കൊടുത്ത വീടുകൾ, ഇങ്ങനത്തെ കുറച്ച് വീടുകൾ കൂടെ ഉണ്ട്. അതേപോലെ തന്നെ ഇതൊക്കെ ഇവർ നിർമ്മിച്ച വീടുകളൊക്കെയാണ്. അപ്പോൾ ഇവിടെ കോഫി പ്ലാന്റേഷനൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ, കാപ്പിയൊക്കെ ഉണ്ട് ഇവിടെ. കൊടുക്കെന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, കാപ്പിൻ്റെ ഒരു സ്ഥലമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം കൂടിയാണ്. കടയാ? ഓക്കെ. ഇവിടെ ഇവരിവിടെ കുറച്ച് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. മീൻസ് കോഫി കുറച്ചുണ്ടെന്ന് പറഞ്ഞല്ലോ പുറത്ത്. ആ കോഫി കൂടാതെ അതിൻ്റെ പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് സ്ഥലത്ത് നെൽപ്പാടങ്ങളും മറ്റൊക്കെ ചെയ്യുന്നുണ്ട്, നമുക്ക് കാണാം ഇതിൻ്റെ പുറകിൽ. പിന്നെ ഇവിടെ വീട് പണിയൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ സ്ക്വയർ ട്യൂബും മറ്റും നെറ്റിലും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുന്ന് കുറേ ഇട്ടിട്ടൊക്കെ ഉണ്ട്. കണ്ടില്ലേ? അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ വീടുണ്ട്. ആ ലാസ്റ്റ് ആ കാട്ടിൻ്റെ അകത്തൊരു വീടുണ്ട്. അവിടെ ഓട് കാണുന്നുണ്ടോ? അതൊരു വീടാണ്. പിന്നെ ഇവിടെ കുറച്ച് വയൽ പ്രദേശം പോലെ ഉണ്ട്. ഇവരവിടെ കൃഷിയൊക്കെ ചെയ്യുന്നു. നെൽപ്പാടങ്ങളൊക്കെ കണ്ടില്ലേ, അതാണ് ഒരു വീട്. ഇവിടെ ആനയും കരടിയൊക്കെ വരാറുണ്ട് അത്ര ഇഷ്ടം പോലെ. അതൊരു സ്ഥലമാണ്. അപ്പോൾ ജനുകുർബ എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ കാട്ടിലൊക്കെ പോയിട്ട് തേനെടുക്കുന്ന ഒരു വിഭാഗം കൂടുതൽ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ഈ ജനുകുർബ ട്രൈബൽ ഏരിയയിൽ പോയിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ചും കൂടെ ഈ കൂർഗിൻ്റെ അകത്തേക്ക് വന്നിട്ടുള്ള ഒരു ട്രൈബൽസാണ് ഇപ്പോൾ ഈ ജനുകുർബ എന്ന് പറയുന്ന ഈ ഒരു വിഭാഗം. ഇവിടെ ഇപ്പം ഇന്ന് ആളുകളില്ല. ഇന്നിപ്പോൾ ഇവിടെ അനിതൻ്റെ ഫാമിലി മാത്രമേ ഉള്ളൂ. അനിതിൻ്റെ മോൾക്ക് നടക്കാൻ കഴിയാത്ത മോളെ എടുത്തുകൊണ്ടാണ് നിൽക്കുന്നത്. പാവം. ശരി. ಯಾಕೆ ಇದು ದನ? ದನಗಳು ಬರ್ತದಲ್ಲ ಗದ್ದೆಗೆ, ಅದಕ್ಕೆ ನಾವು ಹಾಕೋದು ಮಾಡೋದು. ಆಡು ಮಾಡು ಆಡು ಆಡು ಕಟ್ಟೋದು. ಹಸು அதேதான். அசுனா மாடு. அது மாடு. ஆடெல்லாம் வந்து உள்ள வந்து வராம இருக்கிறதுக்கு மட்டும் பண்ணிருக்காங்க. அப்புறம் யானைக்கு இதெல்லாம் என்ன, யானை இதெல்லாம் தடுத்து நிறுத்துமா? ശരി, ഭരത്തിനിയമ്മ. ഇത് മാത്രല്ല, ഇതിന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാല് മൊത്തം ഇവിടെ 35 വീടുകളുണ്ട്. ഇതിന്റെ അക്കരയുണ്ട്. അക്കര പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു നെൽപ്പാടങ്ങളൊക്കെ കാണുന്നത്. അതിന്റെ അപ്പുറത്തേക്കും കുറെ വീടുകളുണ്ട്. ഇതിങ്ങനെ ഒരു കുറച്ച് സ്ഥലം മാത്രം. പക്ഷെ ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ മാർച്ച് ഏപ്രിൽ സമയങ്ങളിൽ വരികയാണെങ്കിൽ ഇവരുടെ ഉത്സവം മറ്റൊക്കെ നടത്തും. ആ സമയത്ത് നമുക്ക് ഇവരോട് ഒരു അമ്പലമൊക്കെ ഉണ്ട്. അത് അവിടെ പരിപാടിയൊക്കെ ഉണ്ട്. അന്നാണ് ഇവർ ഈ ഡാൻസൊക്കെ ഉണ്ടാകുന്നത്. യൂട്യൂബിലൊക്കെ ഭയങ്കര വൈറലാണ് ജനുകുർബിൻ്റെ ഡാൻസ്.
ഏതായാലും നമുക്ക് അപ്പുറത്തെ സ്ഥലത്തേക്ക് ഒന്ന് പോയി നോക്കാം. നമുക്ക് ഈ വനത്തിൻ്റെ ഉള്ളിൽ തന്നെ പോയാൽ ഒരുപാട് ജനക്കുറുബ ട്രൈബൽസിൻ്റെ വീടുകൾ കാണാൻ പറ്റും. അപ്പോൾ അവരുടെ വീടുകൾ തേടിയാണ് നമ്മളുടെ യാത്ര. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഇത് മാത്രമല്ല, ഇതിൻ്റെ പരിസരത്ത് ഇതുപോലത്തെ ഒരുപാട് ഗ്രാമങ്ങൾ ഈ വനത്തിൻ്റെ അകത്തൂടെയൊക്കെ ഉണ്ട്. പക്ഷെ പറ്റുന്നിടത്തോളം നമുക്ക് പോയി കാണാം നെക്സ്റ്റ് വീഡിയോയിൽ. എന്തായാലും സംഭവം കേട്ടോ, നമ്മൾ ആനനെയൊക്കെ ഇത് വെച്ചിട്ട് ഓടിക്കുന്ന പറയുമ്പോഴാണ്, ആന ഇഷ്ടംപോലെ വരുന്ന സ്ഥലമാണ്. ഒരു രാത്രി കഴിഞ്ഞാൽ മൊത്തം ആനയുണ്ട്. അതായത് ഈ ഒരു സാധനം വെച്ചിട്ട് ആനനെ വരട്ടത്ര വരും. ഇത് എടുത്തു കഴിഞ്ഞാൽ ആന അങ്ങനെ പറക്കുന്നു. ഓ